ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. ഇനി വരാൻ പോകുന്ന എക്സാംസ് ആയിട്ടുള്ള MTS, CGL, CHSL, റെയിൽവേ NDPC എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജിക്കെയിലെ ടോപ്പിക്കാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. അപ്പം നമുക്ക് ഈ വർഷം ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കാം. ആദ്യം നമുക്ക് അവാർഡ് വിന്നിംഗ് ബുക്സ് നോക്കാം. 2025 കിട്ടിയ അവാർഡ് വിന്നിംഗ് ബുക്സ് നോക്കാം. ബുക്കർ പ്രൈസ് 2025. ഈ വർഷത്തെ ബുക്കർ പ്രൈസ് കിട്ടിയേക്കുന്നത് ഡേവിഡ് സാലേയ്ക്കാണ്. നോവൽ എന്ന് പറയുന്നത് ഫ്ലഷ് ആണ്. ഫ്ലഷ് എന്നാണ് പേര്. ഡേവിഡ് സാലെ ഒരു ഹംഗേറിയൻ ഓതറാണ്. ഇനി ബുക്കർ പ്രൈസും ഉണ്ട്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. ഇതിന്റെ രണ്ടാണ്. ബുക്കർ പ്രൈസ് ഇംഗ്ലീഷിൽ എഴുതുകയും യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ അയർലൻഡിൽ പബ്ലിഷ് ചെയ്തതുമായിട്ടുള്ള വർക്കായിരിക്കണം. 1969 ബുക്കർ പ്രൈസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് PH ന്യൂബിക്കാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് കിട്ടുന്നത് അരുന്ധതി റോയിലൂടെ ആണ്. 1997 ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ് ആ നോവലിന്റെ പേര്. അവരുടെ ആ ഡെബ്യൂ നോവലായിരുന്നു. 2024 വിന്നർ സമന്ത ഹാർവേ ആണ്, ഓർബിറ്റൽ എന്ന് പറയുന്ന നോവൽ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025. ആദ്യം പഠിച്ചത് ബുക്കർ പ്രൈസ് ആണ്. ഇത് അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഈ വർഷം കിട്ടിയത് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന 12 ഷോർട്ട് സ്റ്റോറീസ് അടങ്ങുന്ന ഒരു കളക്ഷൻ ആണ്. ഓതർ ഇന്ത്യക്കാരിയായിട്ടുള്ള ബാനു മുസ്താഖ്. ട്രാൻസ്ലേറ്റർ ദീപ ബസ്തി. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കണം. യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ അയർലൻഡിൽ പബ്ലിഷ് ചെയ്തതുമായിരിക്കണം. അങ്ങനെ ദീപ ബസ്തി ട്രാൻസ്ലേറ്റ് ചെയ്ത ബാനു മുസ്താഖ് ഓതർ ആയിട്ടുള്ള 12 ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരു കളക്ഷനാണ് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ വുമൻസ് നേരിടുന്ന സ്ട്രഗിൾസിനെ പറ്റിയാണ് എഴുതിയേക്കുന്നത്. കന്നഡ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. ആദ്യമായിട്ടാണ് കന്നഡ ലാംഗ്വേജിൽ നിന്ന് ഒരു ബുക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് പോകുന്നത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടുന്നത്. 2024 വിന്നർ നോക്കുകയാണെങ്കിൽ കൈറോസ് എന്ന് പറയുന്ന നോവലിനാണ്. ജെന്നി എർപ്പൻബെക്ക് ആണ് എഴുതിയത്. മൈക്കൽ ഹോഫ്മാൻ ആണ് ട്രാൻസ്ലേറ്റർ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത വർഷം 2005 ആണ്. ഫസ്റ്റ് വിന്നർ അൽബേനിയക്കാരനായിട്ടുള്ള ഇസ്മയിൽ ഖഡാരയാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് 2022 ഗീതാഞ്ജലി ശ്രീ എഴുതിയ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന നോവലാണ്. ഡെയ്സി റോക്വെൽ ആണ് അതിന്റെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്ലേറ്റഡ് ഫിക്ഷൻ ആണ് അവാർഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണെങ്കിലും 50,000 യൂറോ ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ്. ഓക്കെ. പുലിറ്റ്സർ പ്രൈസ് 2025. ഈ വർഷത്തെ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് ജെയിംസ് എന്ന് പറയുന്ന നോവലിനാണ്. പെർസീവൽ എവററ്റിനാണ് കിട്ടിയത്. 2024 കിട്ടിയത് ജെയിൻ ആൻ ഫിലിപ്സ് ഫോർ നൈറ്റ് വാച്ച്. 2024 കിട്ടിയത് ജെയിൻ ആൻ ഫിലിപ്സ് ഫോർ നൈറ്റ് വാച്ച്. ഈ വർഷം കിട്ടിയത് ജെയിംസ് എന്ന് പറയുന്ന നോവലിന് പെർസീവൽ എവററ്റ്. 1917 പുലിറ്റ്സർ പ്രൈസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. 1917 സ്റ്റാർട്ട് ചെയ്തു. ഇത് 23 ആനുവൽ അവാർഡ്സ് ചേരുന്നതാണ് പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് കൊടുക്കുന്നത്. ജേർണലിസം, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 23 ആനുവൽ അവാർഡ്സ് ആയിട്ടാണ് പുലിറ്റ്സർ പ്രൈസ് കൊടുക്കുന്നത്. $15,000 ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ജ്ഞാനപീഠ് അവാർഡ് 2024. ഇന്ത്യയുടെ ഹയസ്റ്റും ഓൾഡസ്റ്റുമായിട്ടുള്ള ലിറ്റററി അവാർഡാണ് ജ്ഞാനപീഠ് അവാർഡ്. 2024 അവസാനമായിട്ട് കൊടുക്കുന്നത്. 59ാമത്തെ ജ്ഞാനപീഠ് അവാർഡ് കിട്ടുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 58ാമത്തെ 2023 കിട്ടുന്നത് രാമഭദ്രാചാര്യ ഫോർ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ഗുൽസാർ ഫോർ ഉറുദു ലാംഗ്വേജ്. 2022 കിട്ടുന്നത് കൊങ്കണി എഴുത്തുകാരനായിട്ടുള്ള ദാമോദർ മൗസോനാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠ് അവാർഡ് കൊടുക്കുന്ന വർഷം 1961 ഭാരതീയ ജ്ഞാനപീഠ് ട്രസ്റ്റ് ആണ് ഇത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കിട്ടുന്നത് മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന് 1965 ഓടക്കുഴൽ എന്ന് പറയുന്ന പോയത്തിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ് അവാർഡ് കിട്ടുന്നത്. ഓടക്കുഴൽ എഴുതുന്നത് 1950 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ് അവാർഡിന് കിട്ടുന്നത്. 8th ഷെഡ്യൂളിലെ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം ജ്ഞാനപീഠ് അവാർഡിന് കിട്ടാൻ. അടുത്തത്
ജ്ഞാനപീഠ അവാർഡ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള സരസ്വതി സമ്മാൻ, 34ാമത്തെ സരസ്വതി സമ്മാൻ 2024 കിട്ടിയേക്കുന്നത് ബൃഹദേഷ് ദാസ് സ്വാമിക്കാണ്. ബുക്ക് എന്ന് പറയുന്നത് സ്വാമി നാരായണ സിദ്ധാന്ത ശുദ്ധ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. 33ാമത് കിട്ടിയേക്കുന്നത് പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് 1991-ലാണ്. കെ ബിർള ഫൗണ്ടേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ഹരിവനിഷ് റായ് ബച്ചൻ ആണ്. സരസ്വതി സമ്മാന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 15 lakhs ആണ്. സാഹിത്യ അക്കാദമി അവാർഡ് 2024. സാഹിത്യ അക്കാദമി വരുന്നത് 1954 മാർച്ച് 12-ലാണ്. സാഹിത്യ അക്കാദമി അവാർഡും വരുന്നത് 1954-ലാണ്. 1 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ വർഷം 21 അവാർഡ്സ് ആണ് 2024 കൊടുത്തത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കിട്ടിയേക്കുന്നത് എസ്റ്ററിൻ കയറിനാണ് ഫോർ സ്പിരിറ്റ് നൈറ്റ്സ് എന്ന് പറയുന്ന നോവലിനാണ്. ഹിന്ദി ലാംഗ്വേജിൽ കിട്ടിയേക്കുന്നത് ഗഗൻ ഗിൽ ഫോർ മെയിൻ ജബ് തക് ആയ് ബഹർ. ഉറുദു ലാംഗ്വേജിൽ അത്തീഖുള്ള ഫോർ ബെയിൻ ഉൽ ഉലൂമി തൻകീദ്. ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് വിൻ ചെയ്യുന്നത് ഹിന്ദി ലാംഗ്വേജിൽ മഖൻലാൽ ചതുർവേദിയാണ് 1955. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ RK നാരായണ് 1960. അപ്പം സാഹിത്യ അക്കാദമി അവാർഡ് 2024 കിട്ടിയത് എസ്റ്ററിൻ കയർ ഫോർ സ്പിരിറ്റ് നൈറ്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഹിന്ദി ലാംഗ്വേജിൽ ഗഗൻ ഗിൽ ഫോർ മെയിൻ ജബ് തക് ആയ് ബഹർ. ഉറുദുവിൽ അത്തീഖുള്ള ഫോർ ബെയിൻ ഉൽ ഉലൂമി തൻകീദ്. സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ 2025. 23 യങ് ഓതേഴ്സിനാണ് 2025 സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ കൊടുത്തത്. 50,000 രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. 2011-ലാണ് സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 35 വയസ്സിൽ താഴെയുള്ള ഓതേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ കിട്ടിയത് അദ്വൈത് കൊലർക്കറിനാണ്. ബുക്ക് എന്ന് പറയുന്നത് സിദ്ധാർത്ഥ ദ ബോയ് ഹൂ ബിക്കേം ദ ബുദ്ധ. ഹിന്ദി ലാംഗ്വേജിൽ പാർവതി തിർക്കി ഫോർ ഫിർ ഉഗ്ന. ഉറുദുവില് നീതു റുബാബി. സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ 2025 23 യങ് ഓതേഴ്സിനാണ് കൊടുത്തത്. 2011-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 35 വയസ്സിൽ താഴെയുള്ള ഓതേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കിട്ടിയത് അദ്വൈത് കൊലർക്കറിനാണ് സിദ്ധാർത്ഥ ദ ബോയ് ഹൂ ബിക്കേം ദ ബുദ്ധ. ഹിന്ദിയിലെ പാർവതി തിർക്കെ ഫിർ ഉഗ്ന. ഉറുദു ലാംഗ്വേജിൽ നീതു റുബാബി. അടുത്ത സാഹിത്യ അക്കാദമിയുടെ ബാൽ സാഹിത്യ പുരസ്കാർ 2025. ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2010-ലാണ്. ഈ വർഷം 24 അവാർഡീസ് ആണുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കിട്ടിയത് നിതിൻ കുശലപ്പ ദക്ഷിൺ സൗത്ത് ഇന്ത്യൻ മിത്സ് ആൻഡ് ഫേബിൾസ് റീടോൾഡ്. ഹിന്ദിക്ക് കിട്ടിയേക്കുന്നത് സുശീൽ ശുക്ല ഏക് ബത്തേ ബര. ഉറുദു ഗസനഫർ ഇക്ബാൽ ക്വാമി സിത്താരെ. ഒഡിയ ലാംഗ്വേജിൽ കിട്ടിയേക്കുന്നത് രാജ് കിഷോർ പർഹി. ഇനി നാഷണൽ ബുക്ക് അവാർഡ് ഫിക്ഷൻ കാറ്റഗറിയിൽ 2025 കിട്ടിയേക്കുന്നത് റബി അലാമദീൻ ദ ട്രൂ സ്റ്റോറി ഓഫ് രാജ ദ ഗളിബിൾ. 2024 കിട്ടിയത് പെർസീവൽ എവററ്റ് ഫോർ ജെയിംസ്. ഇതൊരു US ലിറ്റററി അവാർഡാണ്. 1936 മുതലാണ് നാഷണൽ ബുക്ക് അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അടുത്തത് വുമൺസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2025. ഈ വർഷം കിട്ടിയേക്കുന്നത് യാൽ വാൻഡർ വുഡൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ദ സേഫ് കീപ്പ് എന്ന് പറയുന്ന ബുക്കിനാണ്. ഓക്കെ, ദ സേഫ് കീപ്പ് ബൈ യാൽ വാൻഡർ വുഡൻ. 2024 കിട്ടിയേക്കുന്നത് VV ഗണേശനാഥൻ ഫോർ ബ്രദർലെസ് നൈറ്റ്. അതേപോലെ തന്നെ കിർക്കസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2025 ലൂക്കാസ് ഷേഫറിനാണ് കിട്ടിയേക്കുന്നത്. ദ സ്ലിപ്പ് എന്ന് പറയുന്ന നോവലിനാണ്. കിർക്കസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2025. അടുത്ത 2 അവാർഡ്സ് ആണ്. പെൻ ഫോക്നർ അവാർഡും പെൻ റോബർട്ട് W ബിങ്ഹാം പ്രൈസും. പെൻ ഫോക്നർ അവാർഡ് 2025 കിട്ടിയേക്കുന്നത് ഗാർത്ത് ഗ്രീൻവെൽ ഫോർ സ്മോൾ റെയിൻ. സ്മോൾ റെയിൻ എന്ന് പറയുന്ന ഗാർത്ത് ഗ്രീൻവെൽ എഴുതിയ ബുക്കിനാണ് പെൻ ഫോക്നർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പെൻ റോബർട്ട് W ബിങ്ഹാം പ്രൈസ് 2025 ആമി സ്റ്റബർ ഫോർ സാഡ് ഗ്രൗൺ-അപ്സ്. ഓക്കെ, ഇത് ചോദിക്കും. ഇനി നമുക്ക് ഈ ഇടയ്ക്ക് ചോദിച്ച കുറച്ച് ബുക്സും അതിന്റെ ഓതേഴ്സും നോക്കാം. ഈ SSC CPOയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എ സ്യൂട്ടബിൾ ബോയ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന്. അത് വിക്രം സേത് എഴുതിയ ബുക്കാണ് എ സ്യൂട്ടബിൾ ബോയ്.
നമ്മൾ അദ്ദേഹത്തിന്റെ വേറെ ബുക്സ് നോക്കുമ്പം എ സ്യൂട്ടബിൾ ഗേൾ ഉണ്ട്, ടു ലൈവ്സ് ഉണ്ട്, ഗോൾഡൻ ഗേറ്റ് ഉണ്ട്, ബീസ്ലി ടെയിൽസ് ഉണ്ട്, ആൻഡ് ഈക്വൽ മൗണ്ടൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കഥ പോലെ ഓർത്തിരിക്കാം. എ സ്യൂട്ടബിൾ ബോയും എ സ്യൂട്ടബിൾ ഗേളും ഇപ്പൊ 2 ലൈവ്സ് ആണ് അല്ലെ. സ്യൂട്ടബിൾ ബോയ്, സ്യൂട്ടബിൾ ഗേൾ, ഇപ്പൊ 2 ലൈവ്സ്. ഇവരൊരു ഗോൾഡൻ ഗേറ്റ് കടന്നു പോയെന്ന് ആലോചിക്കാം. ഇപ്പം ഗോൾഡൻ ഗേറ്റ് കടന്ന് ഒരു ഈക്വൽ മൗണ്ടൻ കാണാനാണ് ഇവർ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി ടെയിൽസ് പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. അപ്പൊ ഗോൾഡൻ എ സ്യൂട്ടബിൾ ബോയ് ഉണ്ട്, സ്യൂട്ടബിൾ ഗേൾ, അപ്പൊ 2 ലൈവ്സ് ഒരു ഗോൾഡൻ ഗേറ്റ് കടന്നു പോകുന്നു. അവര് ഒരു ഈക്വൽ ഒരു മൗണ്ടനെ പറ്റിയുള്ള കഥ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ നമുക്കിത് ഓർത്തിരിക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അരുന്ധതി റോയ് ആണ് എഴുതിയത്. ബുക്കർ പ്രൈസ് കിട്ടിയത് 1997ലാണ്. ഇവരുടെ ഫസ്റ്റ് നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിന് തന്നെ ബുക്കർ പ്രൈസ് 1997 കിട്ടി. അതർ ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബുക്കാണ് മദർ മേരി കംസ് ടു മീ. വേറെ ബാക്കിയുള്ള ബുക്കുകൾ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, എൻഡ് ഓഫ് ഇമാജിനേഷൻ, ദ കോസ്റ്റ് ഓഫ് ലിവിങ്, ക്യാപിറ്റലിസം, എ ഗോസ്റ്റ് സ്റ്റോറി. ഇത് ഈ വർഷത്തെ SSC CPOയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാണ്? നാഡിൻ ഗോർഡിമർ ആണ് എഴുതിയേക്കുന്നത്. സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. 1974 നൊബൽ പ്രൈസ് വിന്നറാണ്. ഇവരുടെ മേജർ തീം എന്ന് പറയുന്നത് എക്സൈലും ഏലിനേഷനും ആണ്. അപ്പാർത്തൈഡ് എറ സൗത്ത് ആഫ്രിക്കയെ എക്സ്പ്ലോർ ചെയ്ത ഒരു ഓഥറാണ് നാഡിൻ ഗോർഡിമർ എന്ന് പറയുന്നത്. അപ്പൊ ബുക്കിന്റെ പേര് ദ കൺസർവേഷനിസ്റ്റ്. നോബൽ പ്രൈസ് കിട്ടിയ വർഷം 1974. സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പാർത്തൈഡ് എറ സൗത്ത് ആഫ്രിക്കയെ പറ്റിയാണ് എക്സ്പ്ലോർ ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് 2025 ഇമ്പോർട്ടന്റ് ബുക്സും അതിന്റെ ഓതേഴ്സും നോക്കാം. ആദ്യമായിട്ട് ദ 11th അവർ, എ ക്വിന്ററ്റ് ഓഫ് സ്റ്റോറീസ്. ഇത് എഴുതിയേക്കുന്നത് സൽമാൻ റുഷ്ദിയാണ്. 11th അവർ, എ ക്വിന്ററ്റ് ഓഫ് സ്റ്റോറീസ് ബൈ സൽമാൻ റുഷ്ദി. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ആൻഡ് ദ എൻവയോൺമെന്റ്. എഴുതിയേക്കുന്നത് TN ഘോഷോ ആണ്. മഹാത്മാഗാന്ധി ആൻഡ് ദ എൻവയോൺമെന്റ്, TN ഘോഷോ. അടുത്തത് ദ റിമാർക്കബിൾ ലൈഫ് ഓഫ് ദ ഒൺലി മുസ്ലിം വുമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എഴുതിയേക്കുന്നത് ബീഗം ഖുദ്സിയ റസൂൽ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഒൺലി മുസ്ലിം വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ദ റിമാർക്കബിൾ ലൈഫ് ഓഫ് ദ ഒൺലി മുസ്ലിം വുമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എഴുതിയേക്കുന്നത് ബീഗം ഖുദ്സിയ റസൂൽ. മൈ ഐഡിയ ഓഫ് നേഷൻ ഫസ്റ്റ്, റീഡിഫൈനിങ് അൺഅലൗഡ് നാഷണലിസം. ഈ ബുക്ക് എഴുതിയേക്കുന്നത് ഉദയ് മഹുർക്കർ ആണ്. മൈ ഐഡിയ ഓഫ് നേഷൻ ഫസ്റ്റ്, റീഡിഫൈനിങ് അൺഅലൗഡ് നാഷണലിസം എഴുതിയേക്കുന്നത് ഉദയ് മഹുർക്കർ. സനാതന സംസ്കൃതി കി അടൽ ദൃഷ്ടി. ഇത് അടൽ ബിഹാരി വാജ്പേയിയെ പറ്റി എഴുതിയ നോവലാണ്. എഴുതിയേക്കുന്നത് വസുദേവ് ദേവനാനിയാണ്. ഇത് റിലീസ് ചെയ്തേക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണനാണ്. സനാതന സംസ്കൃതി കി അടൽ ദൃഷ്ടി എഴുതിയേക്കുന്നത് വസുദേവ ദേവനാനിയും റിലീസ് ചെയ്തത് CP രാധാകൃഷ്ണനുമാണ്. സൽമാൻ ഖാൻ, ദ സുൽത്താൻ ഓഫ് ബോളിവുഡ്. ബുക്ക് എഴുതിയേക്കുന്നത് മൊഹർ ബസു ആണ്. സൽമാൻ ഖാൻ, ദ സുൽത്താൻ ഓഫ് ബോളിവുഡ് ബൈ മൊഹർ ബസു. റെഡി, റെലവെന്റ് ആൻഡ് റിസർജന്റ്, ഷേപ്പിംഗ് എ ഫ്യൂച്ചർ റെഡി ഫോഴ്സ്. ഈ ബുക്ക് എഴുതിയേക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ അനിൽ ചൗഹാനാണ്. റെഡി, റിലവെന്റ് ആൻഡ് റിസർജന്റ്, ഷേപ്പിംഗ് എ ഫ്യൂച്ചർ റെഡി ഫോഴ്സ്, CDS ജനറൽ അനിൽ ചൗഹാനാണ് ഈ ബുക്ക് എഴുതിയേക്കുന്നത്. മോദീസ് മിഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയേക്കുന്നത് ബർജിസ് ദേശായി ആണ്. മോദീസ് മിഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയേക്കുന്നത്. ദ ലാസ്റ്റ് ഡേ. ഈ ബുക്ക് എഴുതിയേക്കുന്നത് ഇത് ലിത്വാനിയൻ ക്ലാസിക്സിലുള്ള ബുക്കാണ്. ആദ്യമായിട്ടാണ് ലിത്വാനിയൻ എഴുതിയേക്കുന്ന ബുക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയേക്കുന്നത് ജാരോസ്ലാവാസ് മെൽനിക്കാസ് ആണ് ദ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയേക്കുന്നത്. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എഴുതിയേക്കുന്നത് കിരൺ ദേശായി ആണ്. ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എഴുതിയേക്കുന്നത് കിരൺ ദേശായി. ഡെമോഗ്രഫി റെപ്രസെന്റേഷൻ ഡീലിമിറ്റേഷൻ എഴുതിയേക്കുന്നത് രവി കെ മിശ്ര.
എബോവ് ആൻഡ് ബിയോണ്ട് ഏവിയേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ശിവകുമാർ മൊഹങ്കയാണ് എഴുതിയിരിക്കുന്നത്. എബോവ് ആൻഡ് ബിയോണ്ട് ബൈ ശിവകുമാർ മൊഹങ്ക. ഡെമോക്രസീസ് ഹാർട്ട്ലാൻഡ് ഇൻസൈഡ് ദ ബാറ്റിൽ ഫോർ പവർ ഇൻ സൗത്ത് ഏഷ്യ. ഡെമോക്രസീസ് ഹാർട്ട്ലാൻഡ് ഇൻസൈഡ് ദ ബാറ്റിൽ ഫോർ പവർ ഇൻ സൗത്ത് ഏഷ്യ SY ഖുറേഷി ആണ് എഴുതിയിരിക്കുന്നത്. SY ഖുറേഷി. ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയേക്കുന്നത് ഹരീന്ദർ ബവേജയാണ്. ഹരീന്ദർ ബവേജയുടെ ദേ വിൽ ഷൂട്ട് യു മാഡം. ഡിഫറന്റ് ബട്ട് നോ ലെസ് എഴുതിയേക്കുന്നത് അനുപം ഖേറാണ്. അനുപം ഖേറിന്റെ 4ാമത്തെ ബുക്കാണ് ഡിഫറന്റ് ബട്ട് നോ ലെസ്. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എഴുതിയേക്കുന്നത് ലെഫ്റ്റനന്റ് കൻവാൽജീത് സിംഗ് ധില്ലനാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ, ലെഫ്റ്റനന്റ് കൻവാൽജീത് സിംഗ് ധില്ലൻ. മദർ മേരി കംസ് ടു മീ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു, അരുന്ധതി റോയുടെ ആണ്. മദർ മേരി കംസ് ടു മീ. ലിവിംഗ് ദ വിവേകാനന്ദ വേ എഴുതിയേക്കുന്നത് അനന്യ അവസ്ഥി ആൻഡ് നിഖിൽ യാദവ് ആണ്. ലിവിംഗ് ദ വിവേകാനന്ദ വേ, അനന്യ അവസ്ഥി ആൻഡ് നിഖിൽ യാദവ്. ദ കോൺസയൻസ് നെറ്റ്വർക്ക് ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയ ബുക്കാണ് സുഗത ശ്രീനിവാസ രാജു. ദ കോൺസയൻസ് നെറ്റ്വർക്ക് ബൈ സുഗത ശ്രീനിവാസ രാജു. ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ലോസ്റ്റ് കഞ്ചൻ ചക്രവർത്തി എഴുതിയതാണ്. കൽക്കട്ട ഹൈക്കോർട്ടിലെ ഇംപീച്ച് ചെയ്യാൻ പോയ സൗമിത്ര സെന്നിനെ പറ്റി എഴുതിയ ബുക്കാണ് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ലോസ്റ്റ്. MS സ്വാമിനാഥൻ ദ മാൻ ഹു ഫെഡ് ഇന്ത്യ പ്രിയംവദ ജയകുമാർ എഴുതിയ ബുക്കാണ് MS സ്വാമിനാഥൻ ദ മാൻ ഹു ഫെഡ് ഇന്ത്യ. പ്രിയംവദ ജയകുമാർ. The Chola Tigers, The Avengers of Somnath in Chennai. Chola Tigers, The Avengers of Somnath in Chennai എഴുതിയേക്കുന്നത് അമീഷ് ത്രിപാഠിയാണ്. അമീഷ് ത്രിപാഠിയുടെയാണ് ചോള ടൈഗേഴ്സ് ദ അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് ഇൻ ചെന്നൈ. ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് ഇത് ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ടുള്ള പുജാരയുടെ വൈഫ് എഴുതിയ ബുക്കാണ് ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ്. പൂജ പുജാരയാണ് എഴുതിയേക്കുന്നത്. ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് ബൈ പൂജ പുജാര. താങ്ക് യു. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.